Hi students, today we are discussing about types of training. Following are major methods of training. അപ്പോൾ ഇന്ന് നമ്മൾ ട്രെയിനിങ് ഓൾറെഡി എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ടൈപ്സ് ഓഫ് ട്രെയിനിങ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. There are 4 types of training: on the job training, apprentice training, vestibule school training, and training by skilled, experienced and old workers. ഇനി ഓൺ ദ ജോബ് ട്രെയിനിങ് എന്താണെന്ന് നോക്കാം. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസർ ഗീവ്സ് ഇൻസ്ട്രക്ഷൻസ് ടു ദ ന്യൂ വർക്കർ എബൌട്ട് ദി ജോബ് ടു ബി മെയ്ഡ്. അതായത് ഓൺ ദ ജോബ്, അതായത് ജോബ് ചെയ്യുന്ന സമയത്ത് തന്നെ ട്രെയിനിങ് കൊടുക്കുക. അതായത് ജോബ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സൂപ്പർവൈസർ ആ വർക്കിനെ കുറിച്ച്, ഏത് വർക്കാണോ ചെയ്യാൻ പോകുന്നത് ആ വർക്കിനെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം വർക്കർക്ക് പറഞ്ഞു കൊടുക്കുന്നു. സൂപ്പർവൈസർ എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് മെഷീൻസ് ആൻഡ് ടൂൾസ് ആൻഡ് പ്രൊസീജിയർ ഫോർ ദ പെർഫോമൻസ് ഓഫ് ദ ജോബ്. സൂപ്പർവൈസർ മെഷീനെ പറ്റിയും അതേപോലെ തന്നെ ടൂൾസിനെ പറ്റിയും ഈ ജോബ് ചെയ്യേണ്ട പ്രൊസീജിയറിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ദെൻ ദ ന്യൂ വർക്കർ ഈസ് ആസ്ക്ഡ് ടു ട്രൈ ഹിംസെൽഫ് ആൻഡ് മേക്ക് ദ ജോബ്. അങ്ങനെ വർക്കർ ആ ജോബ് ചെയ്യാൻ പ്രാപ്തനാകുന്നു. മിസ്റ്റേക്സ് ഇഫ് എനി കമ്മിറ്റഡ് ബൈ ന്യൂ വർക്കർ ഈസ് കെപ്റ്റ് അണ്ടർ കോൺസ്റ്റൻറ്റ് വാച്ച് അണ്ടിൽ ഹി ഡെവലപ്സ് കറക്റ്റ് വർക്ക് ഹാബിറ്റ്സ്. അതേപോലെ തന്നെ ഇയാളുടെ വർക്കിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തുന്നുണ്ടോ എന്നുകൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തും. ഏതുവരെ അയാൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് വരെ എന്തെങ്കിലും മിസ്റ്റേക്സുകളുണ്ടോ എന്നുള്ളത് കണ്ടിന്യൂസ് വാച്ച് ചെയ്തിട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. അതായത് മീൻസ് വർക്ക് ചെയ്ത് വർക്കാണോ ചെയ്യുന്നത് അതിന് മുമ്പ് തന്നെ സൂപ്പർവൈസർ വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അത് അവിടെ തന്നെ മനസ്സിലാക്കുക. എന്നിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർക്കിനെ ഒബ്സർവ് ചെയ്യും. എന്തെങ്കിലും മിസ്റ്റേക്സുകളുണ്ടെങ്കിൽ അതുകൂടി വാച്ച് ചെയ്ത് അതിൻ്റെ അവസാനം നല്ല രീതിയിൽ അത് ചെയ്യുന്നത് വരെ ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കുക. എന്നാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഇനി സെക്കൻഡ് വൺ ഈസ് അപ്രൻറ്റീസ് ട്രെയിനിങ് ആണ്. അപ്രൻറ്റീസ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സ്റ്റുഡൻസൊക്കെ, ഡിപ്ലോമ സ്റ്റുഡൻസൊക്കെ അല്ലെങ്കിൽ ബിടെക് സ്റ്റുഡൻസൊക്കെ കോഴ്സ് കഴിഞ്ഞ് ഉടനെ തന്നെ അപ്രൻറ്റീസ് ട്രെയിനിങ്ങിന് ഉണ്ടാവും. അതേ രീതിയിലുള്ള ട്രെയിനിങ്ങാണ് അപ്രൻറ്റീസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് നോക്കുക. എ പേഴ്സൺ അണ്ടർ ട്രെയിനിങ് ഈസ് കാൾഡ് അപ്രൻറ്റീസ്. ഒരു ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സണെയാണ് നമ്മൾ അപ്രൻറ്റീസ് എന്ന് വിളിക്കുക. ദിസ് ട്രെയിനിങ് ഇൻക്ലൂഡ് ആൻ അക്കാദമിക് സൈഡ് ആസ് വെൽ ആസ് പ്രാക്ടിക്കൽ വൺ. ഇതിൽ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പ്രാക്ടിക്കലും രണ്ടും കൂടി ചേർന്നാണ് ഈ അപ്രൻറ്റീസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് trainee attends certain theory classes of course as well as practical training. For the special instructors may be employed or supervisor of the shop floor gives training. The training may be rotated in different departments to gain full understanding of all the function. അപ്പോൾ സാധാരണ തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അതേപോലെ പ്രാക്ടിക്കൽ ക്ലാസ് ചെയ്യണം. അതേപോലെ തന്നെ ഒരു പ്രത്യേകം ട്രെയിനിങ് കിട്ടിയ ട്രെയിനർമാർ ഇതിനായിട്ട് നിയോഗിച്ചിട്ടുണ്ടാവും. അവരാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടാവുക. അവരെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഈ രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ കണ്ടക്ട് ചെയ്യും. ജനറലി ദിസ് ട്രെയിനിങ് ഈസ് ആസ് പെർ ദ അപ്രന്റീസ്ഷിപ്പ് ആക്ട് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. ട്രെയിനി വിൽ ഗെറ്റ് എ സ്റ്റൈപ്പൻഡ് ഫ്രം ദ കൺസേൺ ഗവൺമെൻറ്. ഇത് അപ്രന്റീസ്ഷിപ്പ് ആക്ട് ഉണ്ട്. ആ ആക്ടിൻ്റെ അനുസരിച്ചിട്ടാണ് ഈ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത്. ഇവർക്ക് ഈ ട്രെയിനിങ് പീരീഡിൽ തന്നെ ചെറിയൊരു സ്റ്റൈപ്പൻഡ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രെയിനിങ് വെസ്റ്റിബ്യൂൾ സ്കൂൾ ട്രെയിനിങ്. ദിസ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഈസ് ജനറലി ഗീവ് in vestibule, that is entrance hall of the company before actual entry to the shop floor. ഇതെന്ന് പറഞ്ഞാൽ കമ്പനിയിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പായിട്ട് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ് വെസ്റ്റിബ്യൂൾ സ്കൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ് പോലെയല്ല. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ജോബ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് കൊടുക്കുന്നത്, കമ്പനിയിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ കൊടുക്കുന്ന ട്രെയിനിങ്ങാണ് വെസ്റ്റിബ്യൂൾ സ്കൂൾ ട്രെയിനിങ് നോക്കുക. The trainee will be admitted to the training school where they undergo a planned course of instructions and practice in a similar type of machines of that of shop floor. അതായത് ഇതിന് മുമ്പായിട്ട് എൻട്രൻസിന് മുമ്പായിട്ട് അവരെന്ത് ചെയ്യും, ഒരു സ്കൂളിൽ പോയി ഒരു പ്ലാൻ ഓഫ് കോഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ പ്രാക്ടീസ് ചെയ്ത് ഈ മെഷീനെ കുറിച്ചിട്ടും അതേപോലെ ചെയ്യുന്ന ജോബിനെ കുറിച്ചിട്ടൊക്കെ അവിടെ ഇരുന്ന് നന്നായി പഠിക്കും. ആഫ്റ്റർ ദ ട്രെയിനീസ് അച്ചീവ്ഡ് പ്രൊഫഷൻസി ദേ ആർ ട്രാൻസ്ഫോംഡ് ടു ദ പ്രൊഡക്ഷൻ ഫ്ലോർ. എന്നിട്ട് ഇതെല്ലാം ഓക്കെ ആയതിനു ശേഷം, പഠിച്ച് ട്രെയിനിങ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ,
ഷോപ്പ് ഫ്ലോറിലേക്ക് പ്രൊഡക്ഷൻ ഫ്ലോറിലേക്ക് അവർ എൻ്റർ ചെയ്യുള്ളൂ. അപ്പോൾ പ്രൊഡക്ഷൻ ഫ്ലോറിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ഈ പറയുന്ന വെസ്റ്റിബ്യൂൾ സ്കൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്നും ഒരു ട്രെയിനി എല്ലാവിധ പ്രൊഫഷൻസിയും അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, അതായത് പ്രൊഡക്ഷൻ ഫ്ലോറിലേക്ക് അവർ പോവുകയുള്ളൂ. അപ്പോൾ വെസ്റ്റിബ്യൂൾ സ്കൂൾ ട്രെയിനിങ് ആണ്. ഇനി ഇതിന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ലാർജ് നമ്പർ ഓഫ് ട്രെയിനിങ് ക്യാൻ ബി ഗിവൺ സിമിലർ ട്രെയിനിങ്. ദിസ് ട്രെയിനിങ് ഡസ് നോട്ട് ഡാമേജ് ആക്ച്വൽ പ്രൊഡക്ഷൻ ലൈക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ്. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ ജോബ് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ജോബ് ചെയ്യുമ്പോൾ തന്നെ ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ ഇതിൽ അങ്ങനത്തെ പ്രശ്നമില്ല, മുമ്പേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. ഇൻസ്ട്രക്ടേഴ്സ് ആർ നോട്ട് വെറീഡ് അബൌട്ട് ദ പ്രൊഡക്ഷൻ ബിക്കോസ് ദേ ആർ നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷൻ. അതായത് ഇൻസ്ട്രക്ടേഴ്സിനൊക്കെ പ്രൊഡക്ഷൻ എന്തെങ്കിലും ആവുമോ എന്നുള്ളത്, കാരണം ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ, ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ട്രെയിനിങ്. അപ്പോൾ പ്രൊഡക്ഷൻ തെറ്റിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷനൊക്കെ ബാധിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, ഇതിന് മുമ്പായതുകൊണ്ട് ആവുക പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ വേസ്റ്റേജ്, സ്പോയിലേജ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഡാമേജ് ടു പ്രൊഡക്ഷൻ മെഷീൻസ് ആർ എലിമിനേറ്റഡ്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ പ്രൊഡക്ഷൻ ഫെയിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ ലോസ് വരും, അങ്ങനെ പ്രൊഡക്ഷൻ ടൈം കൂടും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ അവിടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോസ്റ്റ്ലി. ഇത് വളരെ കോസ്റ്റ്ലിയാണ്. വരുന്നതിന് മുമ്പായിട്ട് കംപ്ലീറ്റ് ഒരു സ്കൂളിലൊക്കെ വെച്ച്, ഇതേപോലെ സ്കൂളിലൊക്കെ വെച്ച് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ഒരുപാട് കോസ്റ്റ്ലിയാണ്. പ്രൊഡക്ഷൻ മെഷീൻസ് നീഡ് ബി ഡ്യൂപ്ലിക്കേറ്റഡ്. അതേപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ മെഷീൻസിൻ്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടതായിട്ട് വരും. കാരണം ഒറിജിനൽ മെഷീൻസിലൊന്നും ഇതേപോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രൊഡക്ഷൻ മെഷീൻസ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അപ്പോൾ ഇതാണ് ഈ വെസ്റ്റിബ്യൂൾ സ്കൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ട്രെയിനിങ് ബൈ സ്കിൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഓൾഡ് വർക്കേഴ്സ്. ഇതിൽ പേരിൽ തന്നെ പറയുന്നുണ്ട്. ഈ ട്രെയിനിങ് എന്താണെന്ന് നോക്കാം. ദ ന്യൂ വർക്കർ ഈസ് അറ്റാച്ച്ഡ് വിത്ത് ആൻ ഓൾഡ് സ്കിൽഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് വർക്കർ. ഇപ്പോൾ ഒരു ന്യൂ വർക്കറെ ഇതേപോലെ ഓൾഡായ സ്കിൽഡ് എക്സ്പീരിയൻസ്ഡ് വർക്കറിനും കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, ദ ന്യൂ വർക്കർ വാച്ചസ് ദൻ എക്സ്പീരിയൻസ്ഡ് വർക്കർ വൈൽ ഹി വർക്ക്സ് ആൻഡ് ദെൻ ഹി ട്രൈസ് ടു ഡു ദ സെയിം ഹിംസെൽഫ് ഇൻ ദ സെയിം വേ. പുതിയ വർക്കർ ഈ ഓൾഡ് വർക്കറെ, എക്സ്പീരിയൻസ്ഡ് വർക്കറെ വാച്ച് ചെയ്യും. എന്നിട്ട് അദ്ദേഹം ചെയ്യുന്ന പോലെ തന്നെ അവിടുന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് ഈ ന്യൂ വർക്കറും ചെയ്യാൻ തുടങ്ങും. അദ്ദേഹം ചെയ്യുന്ന അതേ രീതിയിൽ. ഫ്രോം ടൈം ടു ടൈം ഹി ഗെറ്റ്സ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ സ്കിൽഡ് വർക്കർ ആൾസോ. അതേപോലെ തന്നെ എല്ലാ സമയത്തും ഈ സ്കിൽഡ് വർക്കറിൽ നിന്നും അദ്ദേഹത്തിന് ന്യൂ വർക്കറിന് ഇൻസ്ട്രക്ഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ദെൻ ദ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ഈസ് ഓവർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് ട്രെയിനിങ്. ട്രെയിനിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ പഠിച്ചു. അപ്പോൾ ഇനി ട്രെയിനിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് തന്നെ പറയാൻ പറ്റും. സോ ഫസ്റ്റ് വൺ, ടു ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ്. ദെൻ ടു റെഡ്യൂസ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ് മെഷീൻ. ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് റെഡ്യൂസ് പ്രൊഡക്ഷൻ കോസ്റ്റ്സ്. Reduced supervision and improved product quality gives job satisfaction. To reduce labor turnover and chances of accident, less fatigue to the workers. Then increased organizational stability and flexibility. So these are the advantages of training. Similar advantages വേറെയും കുറേ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കുക. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്ക് ലേബർ ടേൺ ഓവർ ആണ്. അപ്പോൾ ലേബർ ടേൺ ഓവർ എന്താണെന്ന് നോക്കാം. Labor turnover is defined as the ratio of number of workers who have left their job on their accord to the average number of workers employed in a factory during given time. അതായത് ഒരു കമ്പനിയിൽ എത്ര വർക്കേഴ്സ് ഒരു സമയം അതിൽ നിന്ന് ജോബിൽ നിന്ന് മാറി ലീവ് ചെയ്ത് പോയി, അതേ സമയം തന്നെ അവിടെ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ്, എത്ര വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവ തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് ഈ ലേബർ ടേൺ ഓവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലേബർ ടേൺ ഓവറിൻ്റെ ഒരു ഇക്വേഷൻ, ഒരു ഫോർമുല പോലെ ഉണ്ട്. ലേബർ ടേൺ ഓവർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വർക്കേഴ്സ് ലീവിങ് ഡ്യൂറിങ് എ പീരീഡ്. ഒരു പീരീഡിൽ ലീവ് ചെയ്യുന്ന വർക്കേഴ്സ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് എംപ്ലോയ്ഡ് ഡ്യൂറിങ് എ പീരീഡ്. അതായത് ഒരു പർട്ടിക്കുലർ പീരീഡിൽ ആ കമ്പനിയിൽ നിന്നും ലീവ് ചെയ്യുന്ന വർക്കേഴ്സും അതേപോലെ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ ഈ ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ലേബർ ടേൺ ഓവർ കൂടിക്കഴിഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കമ്പനിയിൽ പ്രൊഡക്ഷൻ അത് എഫക്റ്റ് ചെയ്യും. കാരണം
വേണ്ടത്ര എംപ്ലോയീസ് ആ കമ്പനിയിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് കമ്പനിയെ ബാധിക്കും. അല്ലെങ്കിൽ പുതിയ എംപ്ലോയീസിനെ എടുക്കാൻ കുറച്ച് ടൈം ഡിലേ വരും. അപ്പോൾ അത്രയും സമയം പ്രൊഡക്ഷനൊക്കെ ബാധിക്കും. അപ്പോൾ ലേബർ ടേൺ ഓവർ വലിയൊരു ഫാക്ടറാണ്. അത് കമ്പനികളൊക്കെ അത് ലേബർ ടേൺ ഓവർ കുറക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. ഇനി വേറെയും ഡെഫിനിഷൻസ് ഉണ്ട് ഇതിന്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ഷിഫ്റ്റിംഗ് ഓഫ് വർക്കേഴ്സ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അതായത് അതും ഒരു ഡെഫിനിഷനായിട്ട് ഇതിനെ പറയാൻ പറ്റും. ടു മെഷേഴ്സ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഓൾഡ് എംപ്ലോയീസ് ലീവ് ആൻഡ് ന്യൂ എംപ്ലോയി എൻ്റർ ഇൻ ടു ആൻ ഓർഗനൈസേഷൻ ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. അതായത് ഇതിനെ മറ്റൊരു ഡെഫിനിഷനിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് എംപ്ലോയി ലീവ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ പുതിയ എംപ്ലോയീസ് അവിടെ വരുന്നു. ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ, നമ്മളെ കോളേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോളേജിൽ ഒരാൾ ഒരു എന്താ പറയുക, ഒരു സ്റ്റാഫ് അവിടുന്ന് കോളേജിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു. അപ്പോൾ ഒരു ഡിലേയും ഇല്ലാതെ അതേ സമയത്ത് തന്നെ പുതിയൊരു എംപ്ലോയി അവിടെ ജോയിൻ ചെയ്യുന്നു. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ കുറച്ച് ഡിലേ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ആ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും. അപ്പോൾ ലേബർ ടേൺ ഓവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് വർക്കേഴ്സ് ലീവിങ് ഡ്യൂറിങ് ദ പീരീഡ് ടു ദ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് എംപ്ലോയ്ഡ് ഡ്യൂറിങ് എ പീരീഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ. ഇനി ലേബർ ടേൺ ഓവറിൻ്റെ കോസസുകൾ എന്തൊക്കെയാണെന്ന് പറയാം. ലേബർ ടേൺ ഓവർ വരാനുള്ള കാരണം എന്തൊക്കെയാണ്? സാധാരണ ഒരു പെട്ടെന്നൊരു എംപ്ലോയീസ് പിന്നെ ജോലിയിൽ നിന്ന് ലീവ് ചെയ്യാനുള്ളൊക്കെ കാരണം, ലീവ് ചെയ്യുന്നതിന് ഒരു പ്രധാന കാരണം എന്തായിരിക്കും? ഫ്ലക്ച്വേഷൻ ഇൻ വോളിയം ഓഫ് വർക്ക്, അതേപോലെ ലോങ് ഹവേഴ്സ് ഓഫ് വർക്ക്, പുവർ വേജസ്, ബാഡ് വർക്കിംഗ് കണ്ടീഷൻ, അൺസാറ്റിസ്ഫാക്ടറി പ്രൊസീജിയർ ഓഫ് ഡിസ്ചാർജിങ് എ വർക്കർ, അല്ലേ, ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടാണ് ലീവ് ചെയ്യാൻ എംപ്ലോയീസൊക്കെ ഒരു കമ്പനിയിൽ നിന്ന് ലീവ് ചെയ്തിട്ട് വേറൊരു കമ്പനിയിൽ പോയി ജോയിൻ ചെയ്യാനൊക്കെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. ഇനി മെത്തേഡ്സ് ടു റെഡ്യൂസ് ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ എങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നു? ലേബർ ടേൺ ഓവർ എന്താണെന്ന് പഠിച്ചു. ലേബർ ടേൺ ഓവറിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ലേബർ ടേൺ ഓവർ എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് ഇത് ഉണ്ടാവുന്നത് എന്നുള്ളത് കോസസിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി എന്തൊക്കെ കാര്യം ചെയ്താൽ ഇത് കുറക്കാൻ പറ്റും എന്നുള്ളതാണ് എടുത്ത് പറയുന്നത്. അതായത് ട്രൈ ടു മിനിമൈസ്, അതായത് ഇത് ഉണ്ടാകുന്ന കാരണങ്ങൾ ഇല്ലാതാക്കിയാൽ മതി. ട്രൈ ടു മിനിമൈസ് ഫ്ലക്ച്വേഷൻ ഓഫ് വർക്ക് ലോഡ്, ദെൻ പ്രൊവൈഡ് ബെറ്റർ വേജസ് പ്രൊവൈഡ് ചെയ്യുന്നു. റീസണബിൾ ഹവേഴ്സ് ഓഫ് വർക്ക്, അവിടെ വർക്കിംഗ് സമയം അവർക്ക് യോജിക്കുന്ന രീതിയിലാക്കി കൊടുക്കുന്നു. വർക്ക്മാൻസ് കോമ്പൻസേഷൻ ആക്ട് മസ്റ്റ് ബി ഫോളോഡ്. ദെൻ സയൻറ്റിഫിക് മെത്തേഡ് ഫോർ സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. സെലക്ട് ചെയ്യുമ്പോഴും വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കുമ്പോഴൊക്കെ സയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിക്കാം. പ്രൊവൈഡ് സേഫർ വർക്കിംഗ് ഏരിയാസ്. കംപ്ലയിൻറ്റ്സ് ഓഫ് ദ വർക്കേഴ്സ് മേ ബി അറ്റാച്ച്ഡ് ടു ദ ഗ്രാസ് റൂട്ട് ലെവൽ, അല്ലേ. ദെൻ മോട്ടിവേറ്റ്സ് വർക്കേഴ്സ് ബോത്ത് ഫൈനാൻഷ്യലി ആൻഡ് നോൺ ഫൈനാൻഷ്യലി. ബി ഇമ്പാർഷ്യൽ ഇൻ ദ മാറ്റർ ഓഫ് ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ലേബർ ടേൺ ഓവർ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ലേബർ ടേൺ ഓവർ എന്താണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ കോസസ് മനസ്സിലാക്കി. അപ്പോൾ ഈ കോസസ് വരാതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കുറക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്ക് ഒന്ന് ടൈപ്സ് ഓർ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്, ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ലേബർ ടേൺ ഓവർ, then methods to reduce labor turnover, causes of labor turnover. Okay.